യെസ് മക്കളെ, ഇപ്പോൾ വിന്നേഴ്സിൽ നസർ സാറാണ്. ഓക്കെ, ഇപ്പോൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുമെന്ന് അറിയാം. ഓണത്തിന്റെ ഓണപരീക്ഷയുടെ തിരക്കിലാണ് എല്ലാവരും. എന്നാലും നമുക്ക് ജസ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ, അതായത് 9th ക്ലാസ്സിൽ സെക്കൻഡ് ചാപ്റ്റർ ആയ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒത്തിരി ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരാം. അത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ സിലബസ് ആണെന്നൊക്കെ അറിയാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ അത്തരം ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ചാപ്റ്റർ 2 പീരിയോഡിക് ടേബിൾ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് എക്സ് ഈസ് 2881. സിമ്പിൾ ഇസ് നോട്ട് റിയൽ. അതായത് എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2881 എന്നാണ്. ഓക്കെ, അതിന്റെ സിമ്പിൾ റിയൽ അല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്ന സിമ്പിൾ റിയൽ അല്ല, അതായത് യഥാർത്ഥമല്ല. ഓക്കെ, അതിൽ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ അറ്റോമിക് നമ്പർ ഓഫ് എക്സ്. അതായത് എക്സിന്റെ അറ്റോമിക നമ്പർ എത്ര? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ടു വിച്ച് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ്. ഈ മൂലകം ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് പീരിയഡ് നമ്പർ. ഇതിന്റെ പീരിയഡ് നമ്പർ എത്ര? ഓക്കെ, ഡി ക്വസ്റ്റ്യൻ, ടു വിച്ച് ഫാമിലി ഡസ് ഇറ്റ് ബിലോങ്. ഏത് മൂലക കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ്? ഈ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദ നോബൽ ഗ്യാസ് വിച്ച് കംസ് ജസ്റ്റ് ബിഫോർ എക്സ്. ഈ മൂലകത്തിന് തൊട്ട് മുമ്പ് വരുന്ന ഉത്കൃഷ്ട വാതകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഇത്രയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ മുതൽ ഒന്ന് നോക്കാം. ഓക്കെ, ഫൈൻഡ് ദ അറ്റോമിക് നമ്പർ ഓഫ് എക്സ്. എക്സിന്റെ അറ്റോമിക നമ്പർ എത്ര? അതായത് എന്ത് ചെയ്താൽ മതി? ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ തന്നിരിക്കുന്ന സകല നമ്പേഴ്സും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അറ്റോമിക് നമ്പർ കിട്ടും. ശരിയല്ലേ? കാരണം അറ്റോമിക് നമ്പർ വെച്ചാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക വിന്യാസം എഴുതുന്നത് അല്ലെ. അപ്പൊ 2, 8, 10, 18 പ്ലസ് 1 19. അപ്പൊ അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 19 ആണെന്ന് മനസ്സിലായി. അതുപോലെ ടു വിച്ച് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ്. ഈ മൂലകം ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? അപ്പൊ നമുക്ക് നോക്കാം. ഒന്നും, അതായത് ഏറ്റവും അവസാനത്തെ സംഖ്യ 1ഉം 2ഉം ആണ് വരുന്നതെങ്കിൽ, അല്ലെ, നമ്പർ 1ഉം 2ഉം ആണ് വരുന്നതെങ്കിൽ അത് ഗ്രൂപ്പ് 1ഉം 2ഉം ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഇത് ഏതായിരിക്കും? 2881 ആണ് അല്ലെ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഏറ്റവും ബാഹ്യമ ഷെല്ലിലെ ഇലക്ട്രോണിക് നമ്പർ 1 ആണ്. അപ്പൊ അതോ ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റ് ആണെന്ന് മനസ്സിലായി. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് പീരിയഡ് നമ്പർ എന്നായിരുന്നു. ഇതിന്റെ പീരിയഡ് നമ്പർ എത്ര? എത്ര ഷെല്ലുകളിലായിട്ടാണോ ഇലക്ട്രോൺ വിന്യസിച്ചിരിക്കുന്നത് അല്ലെ, ഇലക്ട്രോണിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അത്രയും ഷെല്ലുകളുടെ എണ്ണം തന്നെയായിരിക്കും അതിന്റെ പീരിയഡ് നമ്പർ ആയിട്ട് വരുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്ര പേരുണ്ട്? 4 പേര്. അപ്പൊ പീരിയഡ് എത്രയായിരിക്കും? 4 തന്നെയായിരിക്കും പീരിയഡ് ആയിട്ട് വരിക. ഓക്കെ, അതുപോലെ ടു വിച്ച് ഫാമിലി ഡിസ് ഇറ്റ് ബിലോങ്. ഏത് മൂലക കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ്? ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റുകൾ നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്ന പേര് ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലി ലോഹങ്ങൾ എന്നാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ നോബൽ ഗ്യാസ് വിച്ച് കംസ് ജസ്റ്റ് ബിഫോർ ദ എക്സ്. ഈ മൂലകത്തിന് തൊട്ട് മുമ്പ് വരുന്ന ഉത്കൃഷ്ട വാതകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക വിന്യാസം അല്ലെ, ഉത്കൃഷ്ട വാതകത്തിന്റെ ഇലക്ട്രോണിക വിന്യാസം എന്ന് പറയുന്നത് ഏറ്റവും പുറമെയുള്ള ഷെല്ലിലുള്ള എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും? 8 ആയിരിക്കുമെന്ന് അറിയാം അല്ലെ. ഏറ്റവും പുറമെയുള്ള ഷെല്ലിൽ 8 പേര് തികഞ്ഞ അത് എന്താണ്? നോബൽ ഗ്യാസ് ആണ്, ഉത്കൃഷ്ട വാതകം എന്നറിയാം. അപ്പം നമുക്കറിയാം 2, 8, 8 ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ആ 1നെ മാറ്റി കളഞ്ഞാൽ മതി. ഇപ്പൊ തൊട്ട് മുമ്പ് നിൽക്കുന്ന ആരായിരിക്കും? 2, 8, 8, അതായത് 18 എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ ഉള്ള എലമെന്റ് ആയിരിക്കും, മൂലകമായിരിക്കും ഇതിന് തൊട്ട് മുമ്പ് വരുന്ന നോബൽ ഗ്യാസ് അല്ലെങ്കിൽ ഉത്കൃഷ്ട വാതകം എന്ന് പറയുന്നത്. നമുക്ക് ആൻസറിലേക്ക് പോകാം അല്ലെ. 19 ആണ് ആദ്യത്തെ, അതായത് അറ്റോമിക് നമ്പർ. ഗ്രൂപ്പ് 1 ആണ്. പീരിയഡ് 4 ആണ്. ആൽക്കലി മെറ്റൽസ് എന്ന് അറിയപ്പെടുന്നു, ആൽക്കലി ലോഹങ്ങൾ എന്ന് അറിയപ്പെടുന്നു. അതിന് തൊട്ട് മുമ്പുള്ള ഇലക്ട്രോണിക് നോബൽ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ 288 ആണെന്ന് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. There are 3 shells in an atom of an element P. 7 ഇലക്ട്രോൺ P, 7 ഇലക്ട്രോൺ ഇൻ outermost shell. ഓക്കെ, പി എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകൾ ഉണ്ട്. അതിന്റെ ബാഹ്യമ ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ അടങ്ങിയിരിക്കുന്നു. പ്രതീകം യാഥാർത്ഥ്യമല്ല. അതായത് ഈ തന്നിരിക്കുന്ന ജസ്റ്റ് ഒരു ഉദാഹരണം പോലെ ജസ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്, അല്ലാതെ പി എന്ന് പറയുന്നത് എന്തല്ല ഫോസ്ഫറസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് പി. പി എന്ന മൂലകത്തിന്റെ ഇലക്ട്രോണിക വിന്യാസം എഴുതുക. എന്ത് ചെയ്താൽ മതി? 3 ഷെല്ലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 3 ഷെല്ലുകൾ ഉണ്ട് അല്ലെ. അപ്പൊ 2, 8, 7 ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. ശരിയല്ലേ? ആദ്യത്തെ ഷെല്ലില് 2, പിന്നത്തെ ഷെല്ലില് 8, മൂന്നാമത്തെ ഷെല്ലില് 7. ശരിയല്ലേ? 4 ശരിയാവുള്ളൂ. 3 ഷെല്ലും ഉണ്ട്. ഏറ്റവും പുറമെയുള്ള ഷെല്ലില് 7 ഇലക്ട്രോൺ. അപ്പം 2, 8, 7, 2, 8, 7.
ഓക്കെ, വാട്ട് ഇസ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ? എന്ത് ചെയ്താൽ മതി? 2ഉം 8ഉം കൂട്ടുമ്പോൾ 10, 10ഉം 7ഉം കൂട്ടുമ്പോൾ 17. അപ്പൊ അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 17 ആണ്. മനസ്സിലായി. ഓക്കെ, ടു വിച്ച് പീരീഡ് ഡസ് ഇറ്റ് ബിലോങ്? ഈ മൂലകം ഏത് പീരീഡിൽ ഉൾപ്പെടുന്നു? 3 പേരുള്ള 2, 8, 7 അല്ലെ, 3 പേരാണ്. അപ്പൊ 3 ഷെല്ലുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ പീരീഡ് 3 ആണ്. മനസ്സിലായി. ടു വിച്ച് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ്? ഈ മൂലകം ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? അപ്പൊ 2, 8, 7 അല്ലെ. അപ്പൊ നമുക്കറിയാം 7 എന്ന് പറയുന്നവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തിനോട് ആഡ് ചെയ്യുക? 2, 8 അത് കഴിഞ്ഞാണ് 7. മൂന്നാമത്തതാണ് 7ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും 7ാമത്തെ ഗ്രൂപ്പ് എലമെന്റ് ആവില്ല. പകരം അത് എത്രാമത്തെ ഗ്രൂപ്പ് എലമെന്റ് ആയിരിക്കും? +10 കൂട്ടണം അല്ലെ. 7 + 10 7 + 10 ചെയ്ത് കഴിയുമ്പോൾ 17 കിട്ടും അല്ലെ. 17 കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി അത് 17ാമത്തെ ഗ്രൂപ്പ് എലമെന്റ് ആണെന്ന് മനസ്സിലായി. ഡ്രോ ദ മോഡൽ ഓഫ് ദിസ് ആറ്റം. ഈ മൂലകത്തിന്റെ ആറ്റം മാതൃക ചിത്രീകരിക്കുക. ഓക്കെ, അത് നമുക്ക് നോക്കാം. ആൻസർ ആയിട്ട് കിടക്കുന്നത് 287 ആണ്. 17 ആണ് അറ്റോമിക് നമ്പർ. 3 ആണ് പീരിയഡ്. 3 ആണ് പീരിയഡ്. ഗ്രൂപ്പ് 17 ആണെന്ന് മനസ്സിലായി. ഓക്കെ, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതിന്റെ ആറ്റം മോഡൽ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നതാണ്. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ. ക്ലോറിൻ ആണ് എലമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. 17ാമത്തെ അറ്റോമിക് നമ്പർ ഉള്ളത് ക്ലോറിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ എലമെന്റ് എം ബിലോങ്സ് ടു ദ തേർഡ് പീരിയഡ് ആൻഡ് ഗ്രൂപ്പ് 1. 3ാം പീരിയഡിലും 1ാം ഗ്രൂപ്പിലും ഉൾപ്പെട്ട മൂലകമാണ് എം. എം എന്ന് പറയുന്ന ഒരു എന്താണ്, നമ്മൾ യഥാർത്ഥമല്ല, അതായത് അത് നമ്മൾ സാങ്കല്പിക മാത്രമായിരിക്കും. ഓക്കെ, എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. ഈ മൂലകത്തിന്റെ ഇലക്ട്രോണിക് വിന്യാസം എഴുതുക. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ അല്ലെ, 3ാമത്തെ പീരീഡ് എന്ന് പറയുമ്പോൾ 3 ഷെല്ലുണ്ടെന്ന് മനസ്സിലായി അല്ലെ. അതിൽ 1 ഗ്രൂപ്പ് എന്നും പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി ഏറ്റവും പുറമേ ഉള്ള ഷെല്ലിൽ നിൽക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം എത്രയായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? 2, 8, 1 ആയിരിക്കും വരുന്നത്. ശരിയല്ലേ? 3ാമത്തെ പീരീഡ് ആവും, 3 ഷെല്ലും ഉണ്ടാകും. അപ്പൊ ഗ്രൂപ്പ് നമ്പർ 1 എന്ന് പറയുമ്പോൾ ഏറ്റവും പുറമെയുള്ള ഷെല്ല് 1 ആയിരിക്കും ഇലക്ട്രോൺ വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി 2, 8, 1 ആയിരിക്കും. ഓക്കെ, റൈറ്റ് ഇറ്റ്സ് നെയിം ആൻഡ് സിമ്പിൾ. അതിന്റെ നെയിം എന്താ? 11ാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് സോഡിയം ആണ്. 11ാമത്തെ അറ്റോമിക് നമ്പറിൽ നിൽക്കുന്നവൻ സോഡിയം ആണ്. അതിന്റെ സിമ്പിൾ Na ആണ്. ഓക്കെ, സി ക്വസ്റ്റ്യൻ, ടു വിച്ച് ഫാമിലി ഡസ് ദിസ് എലമെന്റ്സ് ബിലോങ്? അതായത് ഇത് ഏത് മൂലക കുടുംബത്തിൽ ഉൾപ്പെടുന്നു? അപ്പം ആൽക്കലി മെറ്റൽസ് ആണ്, ആൽക്കലി ലോഹങ്ങളാണ്. ഗ്രൂപ്പ് 1 എലമെന്റ് ആൽക്കലി മെറ്റൽസ് ആണോ, ആൽക്കലി ലോഹങ്ങൾ. ഓക്കെ, ഡി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ എലമെന്റ് ബിലോങ്ങിങ് ടു ദ സെയിം പീരീഡ് ആൻഡ് ഗ്രൂപ്പ് 13. അതായത് ഈ സെയിം പീരീഡിലാണ് നിൽക്കുന്നത്. അപ്പൊ 3 പേരുണ്ടാകും. ശരിയാണല്ലോ, 3 പേരുണ്ടാകും. കാരണം തേർഡ് പീരീഡാ. അപ്പം 3 പേരുണ്ടാകും. ഓക്കെ, അപ്പം 2, 8 ഉണ്ടെന്ന് മനസ്സിലായി. ഗ്രൂപ്പ് 13 ആണ്. ഗ്രൂപ്പ് 13 ആവണമെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ നമ്പർ 3 ആവണം. കാരണം 3 + 10 ആണ് 13 ആവുന്നത് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി 2, 8, 3 ആണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസറിലേക്ക് പോകാം. 281 ആണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് നമ്മൾ പറഞ്ഞ സോഡിയം ആണെന്ന് മനസ്സിലായി. എന്ന് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ആൽക്കലി മെറ്റൽസ്, ആൽക്കലി ലോഹങ്ങളിൽ പെടുന്നു. അതുപോലെ അവസാനത്തെ ക്വസ്റ്റിന്റെ ആൻസർ ആണ് 283. 3 ഷെല്ലുകളുണ്ട്. ഓക്കെ, സെയിം പീരീഡ് ആയിരിക്കും. ഗ്രൂപ്പ് 13 ആയിരിക്കും. കാരണം 3ാമത്തെ അല്ലെ, ഏറ്റവും പുറമെ നിൽക്കുന്ന ഇലക്ട്രോണിക് നമ്പർ 3 ആണ്. അപ്പൊ 3 + 10 അല്ലെ, 3 + 10 നമുക്ക് 13 കിട്ടും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതാണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇലക്ട്രോൺ configuration of elements p, q, r and s are given. Symbols are not real. p, q, r, s എന്നീ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം ചുവടെ കൊടുത്തിരിക്കുന്നു. പ്രതീകങ്ങൾ യാഥാർത്ഥ്യമല്ല. ഓക്കെ, p എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കുക. ഓക്കെ, സാങ്കല്പികമായ ഒരു എലമെന്റ്. 27 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. q 28 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. r 281 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. s 287 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ബിലോങ്സ് ടു ദ സെയിം പീരീഡ്? ഇവയിൽ ഒരേ പീരീഡ് ഉൾപ്പെട്ട മൂലകങ്ങൾ ഏതെല്ലാം? എന്ത് ചെയ്താൽ മതിയടാ? നമുക്കറിയാം പീരീഡ് എന്ന് പറയുമ്പോൾ എന്താണ്? 3 പേര് വരുന്നത് അല്ലെ, 3 പേര് വരുന്നവരാണ്. ഓക്കെ, അപ്പം പീരീഡ് എന്ന് പറയുന്നത് ഷെല്ലുകളുടെ എണ്ണമാണ്. ഷെല്ലുകളുടെ എണ്ണമാണ് നോക്കേണ്ടത്. അപ്പൊ പിയും ക്യൂവും അതുപോലെ തന്നെ ആറും എസും സെയിം പീരീഡിൽ നിൽക്കുന്നവരാണ്. ഓക്കെ, അപ്പോ പി ആൻഡ് ക്യൂ അല്ലെ, 2
പേരും ഒരൊറ്റ ഗ്രൂപ്പ് തന്നെയാണ്. കാരണം 2, 7, 2, 8 രണ്ട് ഷെല്ലുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പിയും ക്യൂബും സെക്കൻഡ് പീരീഡ് എലമെന്റ്സും, അതുപോലെ തന്നെ ആറും എസും അല്ലെ 3 ഷെല്ലുകളിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആറും എസും തേർഡ് പീരീഡ് എലമെന്റ്സും ആണെന്ന് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ബിലോങ് ടു ദ സെയിം ഗ്രൂപ്പ്? ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവരെന്നോ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി പിയും എസും ആണ്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിന്റെ എണ്ണം നോക്കുക. അപ്പം 7, ഇവിടെയും 7. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഏറ്റവും പുറമേ നിൽക്കുന്ന ഷെല്ലുകളുടെ ബാഹ്യമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ നമ്പർ സെയിം ആണ്, ഒരേപോലെയാണ്. അതുകൊണ്ട് പിയും എസും ആയിരിക്കും ബി ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സി ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ നോബിൾ ഗ്യാസ് എമംഗ് ദീസ്. ഇവയിൽ ഉത്കൃഷ്ടവാതകം ഏത്? ഓക്കെ, നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഉത്കൃഷ്ടവാതകമാണ്. നോബിൾ ഗ്യാസ് ആണെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ ഇലക്ട്രോണിന്റെ നമ്പർ എത്രയായിരിക്കും ഇവിടെ? 8 ആയിരിക്കും. ശരിയല്ലേ? 8 ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി 2, 8 ക്യൂ ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ്, ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ആൻഡ് പീരിയഡ് നമ്പർ ഓഫ് ദ എലമെന്റ് എസ്. എസ് എന്ന മൂലകത്തിന്റെ ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. എസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്പർ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം 7 ആണ് അല്ലെ. അപ്പൊ 7 + 10 ചെയ്യണം അല്ലെ. 10 + 7 ചെയ്ത് കഴിയുമ്പോൾ 17. അപ്പൊ ഗ്രൂപ്പ് 17 ആണെന്ന് മനസ്സിലായി. പീരീഡ് എത്രയാ? 3 ആണെന്ന് മനസ്സിലായി. കാരണം 3 ഷെല്ലുകളാണ്, ഇവിടെ 3 ആണെന്ന് മനസ്സിലായി. നമുക്കത് ഇപ്പോൾ ആൻസറിലേക്ക് നോക്കാം. ഓക്കെ, പിയും ക്യൂവും സെക്കൻഡ് പീരീഡ് എലമെന്റുകളും ആറും എസും തേർഡ് പീരീഡ് എലമെന്റുകളുമാണ്. പിയും എസുമാണ് ഒരേ ഗ്രൂപ്പിൽ നിൽക്കുന്ന എലമെന്റുകൾ. ക്യൂ ആണ് എന്താ നോബിൾ ഗ്യാസ് ആയിട്ട് ഉത്കർഷവാതകമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ തേർഡ് പീരീഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എസ് എന്ന് പറയുന്നവന്റെ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും എടുക്കുമ്പോൾ ഗ്രൂപ്പ് 17ഉം പീരീഡ് 3യുമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇലക്ട്രോൺ കോൺഫിഗറേഷൻസ് ഓഫ് ഫ്യൂ എലമെന്റ്സ് ആർ ഗീവൻ. ചില മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു. എ എന്ന് പറയുന്നത് 2, 1 ആണ്, ബി 2, 8, 1 ആണ്, സി 2, 8, 7 ആണ്. 2, 8, 7 സിമ്പിൾസ് ഒന്നും യാഥാർത്ഥ്യമല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ഹാസ് ബിഗ്ഗർ ആറ്റം, എ ഓർ ബി? അതായത് എ, ബി എന്നീ മൂലകളിൽ വലിപ്പം കൂടിയ ആറ്റം ഏതാണ്? ഓക്കെ, ഇതിൽ വലിപ്പം കൂടിയ ആറ്റം ഏതാണ്? എയിലും ബിയിലും എടുക്കുമ്പോൾ നമുക്കറിയാം ഷെല്ലുകളുടെ എണ്ണം കൂടുന്തോറും എന്ത് കൂടും? ആറ്റങ്ങളുടെ വലിപ്പവും കൂടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയാണല്ലോ, ഷെല്ലുകളുടെ നമ്പർ കൂടുന്തോറും ആറ്റങ്ങളുടെ വലിപ്പം കൂടും. അപ്പൊ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, വിച്ച് ആറ്റം ഇസ് ബിഗ്ഗർ, ബി ഓർ സി? ബിയോ സിയും എന്നിവയിൽ ഏതിനാണ് വലിപ്പം കൂടുതൽ? ബിയും സി എടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം ഒരേ പീരീഡിൽ നിൽക്കുന്നവരാ അല്ലെ. മൂന്നാമത്തെ പീരീഡിൽ നിൽക്കുന്നവരാണ് രണ്ടുപേരും. കാരണം 3 ഷെല്ലുകളാണ്, മൂന്നാമത്തെ പീരീഡിൽ നിൽക്കുന്നതാണ്. പീരീഡിൽ എങ്ങനെയാണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരും തോറും അല്ലെങ്കിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരും തോറും എന്ത് സംഭവിക്കും? ആറ്റത്തിന്റെ വലിപ്പം കുറയും അല്ലെ. സൈസ് ഓഫ് ആറ്റം ഡിക്രീസസ് എന്നാണ് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നേരം എന്താണ്? ബി 2, 8, 1 ആണ്. അപ്പോൾ അതിനേക്കാൾ കൂടിയത് 2, 8, 7 ആണ് അല്ലെ. അപ്പോൾ ഏറ്റവും ഇങ്ങേറ്റത്ത് നിൽക്കുന്ന ആരായിരിക്കും? ബി തന്നെയായിരിക്കും. ശരിയാണല്ലോ അല്ലെ. അതായത് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്തോറും ഇങ്ങനെ നീങ്ങി പോവല്ലേ വലത്തോട്ട്, ഇടത്തു നിന്ന് വലത്തോട്ട് ഫില്ല് ചെയ്ത് പോവായിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി അതിന്റെ ആൻസറും ബി തന്നെയാണ് വരുന്നത്. കാരണം സെയിം പീരീഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ബി തന്നെയായിരിക്കും അവിടെയും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻസറിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, രണ്ടിന്റെയും ആൻസർ ബി തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. എ പോർഷൻ ഓഫ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ഇസ് ഗിവൺ, സിമ്പിൾസ് ആർ നോട്ട് റിയൽ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഒരു ആധുനിക പീരിയോഡിക് ടേബിളിന്റെ ഒരു ഭാഗം നൽകിയിരിക്കുന്നു. ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓക്കെ, ഈ ടേബിളിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനുള്ള ആൻസർ കൊടുക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ബിലോങ് ടു ദ ഹാലജൻ ഫാമിലി? ഹാലജൻ കുടുംബത്തിൽപ്പെട്ട മൂലകങ്ങൾ ഏവ? അതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഹാലജൻസ് ഏതാ? 17ാമത്തെ ഗ്രൂപ്പ് എലമെന്റുകളാണ്. ശരിയല്ലേ? 17ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്. നമുക്ക് ഗ്രൂപ്പ് ഒക്കെ കൃത്യമായി ഇങ്ങനെ തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ പീരീഡും തന്നിട്ടുണ്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞത് അല്ലെ. അപ്പൊ നമുക്ക് 17ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആരൊക്കെയാണ് മക്കളെ? എമ്മും എന്നും ആണ്. അപ്പം അത് എമ്മും എന്നും ആണ് ഹാലജനുകൾ. ഇവിടെ തന്നിരിക്കുന്നതിൽ ഹാലജൻസ് ആരൊക്കെയാ? എമ്മും എന്നും ആണെന്ന് മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ട്രാൻസിഷൻ എലമെന്റ്സ്? സംക്രമണ മൂലകങ്ങൾ ഏവ? നമുക്കറിയാം 3 മുതൽ 12 വരെയുള്ളവരെയാണ് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജിയും എച്ചുമാണ് എന്ത്? ട്രാൻസിഷൻ എലമെന്റ്സ് ആയിട്ട് വരുന്നത്, സംക്രമണ മൂലകങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, സി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എലമെന്റ്സ് ഓഫ് ദ പീരിയോഡ് ഓഫ് ദ ഗ്രൂപ്പ് 1 ഇൻ ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് സൈസ്. ഗ്രൂപ്പ് 1ലെ മൂലകങ്ങളെ ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരുന്ന ക്രമത്തിൽ എഴുതുക. നമുക്ക് നോക്കാം അല്ലെ. നമുക്കറിയാം ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും എന്ത് സംഭവിക്കും? ആറ്റത്തിന്റെ വലിപ്പം കൂടും അല്ലെ. സൈസ് ഓഫ് ആറ്റം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ ഡിക്രീസിംഗ് ഓർഡറിൽ എഴുതണമെങ്കിൽ എങ്ങനെ എഴുതണം? നേരെ തിരിച്ചെഴുതണം. ഗ്രൂപ്പ് 1 ആണ് എടുക്കാൻ പറഞ്ഞിരിക്കുക. അപ്പൊ നേരെ തിരിച്ചെഴുതണം. ഡി, സി, ബി, എ അല്ലെ.
ഡിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആറ്റത്തിന് വലിപ്പമുള്ളത്, അതിനുശേഷം സിക്ക്, അതിനുശേഷം ആയിരിക്കും വലിപ്പം കുറഞ്ഞത് ബിക്ക്, അതിനുശേഷം വലിപ്പം കുറഞ്ഞത് എക്ക് ആയിരിക്കും. അപ്പോൾ ഡിക്കാണ് ഏറ്റവും കൂടുതൽ വലിപ്പം ഉള്ളത്, അതിനേക്കാൾ വലിപ്പം കുറവായിരിക്കും സിക്ക്, അതിനേക്കാളും വലിപ്പം കുറവായിരിക്കും ബിക്ക്, അതിനേക്കാളും വലിപ്പം കുറവായിരിക്കും എക്ക്. അപ്പോൾ ഡി സി ബി എ എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഡി ക്വസ്റ്റ്യൻ, വിച്ച് എലമെന്റ് ഹാസ് സ്മോളർ ആറ്റം ബി ഓർ ഐ? ബി, ഐ എന്നീ മൂലങ്ങളിൽ വലിപ്പം കുറഞ്ഞ ആറ്റം ഏതിനാണ്? ഇത് ബി ആണ്. അതേ സെയിം പീരീഡിൽ സെക്കൻഡ് പീരീഡിൽ തന്നെ നിൽക്കുന്ന ഇതാണ് ഐ. ഓക്കെ, അപ്പൊ ഇതിലെ വലിപ്പം കുറഞ്ഞത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ബിക്കാണോ ഐക്കാണോ? നമുക്കറിയാം പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരും തോറും, അല്ലെ ഇടത്ത് നിന്ന് വലത്തോട്ട് വരും തോറും ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു 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 വരിക ചെയ്യാം, അല്ലേ. അപ്പം നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്മോളർ ആറ്റം ഏതാണെന്നാണ്. അപ്പൊ ഐ ആണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ബിക്ക് വലിപ്പം കൂടുതലായിരിക്കും ഐനെ വെച്ച് അപേക്ഷിക്കുമ്പോൾ, കാരണം പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരും തോറും, ഇടത്ത് നിന്ന് വലത്തോട്ട് വരും തോറും ആറ്റത്തിന്റെ വലിപ്പം കുറയുവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഐ ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എലമെന്റ്സ് ഓഫ് ദ പീരീഡ് 3 ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് സൈസ്. തന്നിരിക്കുന്ന മൂന്നാമത്തെ പീരീഡിലുള്ള മൂലകങ്ങളെ ആറ്റത്തിന് വലിപ്പം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. അപ്പൊ നമുക്കറിയാം, നിങ്ങൾ നോക്കിക്കേ, മൂന്നാമത്തെ പീരീഡ് ആണിത്, അല്ലെ? മൂന്നാമത്തെ പീരീഡ് ആണ് സി എഫ് ജെ എൻ. അപ്പൊ ഇവിടെ എന്താണ്? ആറ്റത്തിന്റെ വലിപ്പം കൂടി വരുന്ന നിലയ്ക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതാം? ഇടത്ത് നിന്ന് വലത്തോട്ട് വരും തോറും, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരും തോറും ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞാ വരുന്നത്. അപ്പൊ നേരെ തിരിച്ചെഴുതണം, അല്ലെ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരും തോറും ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. അപ്പൊ നമ്മൾ നേരെ തിരിച്ചെഴുതണം. അപ്പൊ എഴുതുമ്പോൾ എങ്ങനെ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പറയണം, അല്ലെ? അപ്പൊ എൻ ജെ എഫ് സി എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അടുത്ത പറയുന്നത് വിച്ച് ഓഫ് ദീസ് ആർ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്? ഇവയിലെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സിനെയാണ്. അപ്പൊ ഇയും എഫും ആണ് അവിടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ജി ക്വസ്റ്റ്യൻ, വിച്ച് എലമെന്റ് ഹാസ് 8 ഇലക്ട്രോൺസ് ഇൻ ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെൽ? ബാഹ്യമ ഷെല്ലിലെ 8 ഇലക്ട്രോണുകളുള്ള മൂലകം ഏതാ? അതായത് നോബൽ ഗ്യാസ്, അല്ലെ? നോബൽ ഗ്യാസിലാണ് ഏറ്റവും കൂടുതൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 8 ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പോൾ ഇതിലെ 8 ഇലക്ട്രോൺ ഉള്ളത് O എന്ന് പറയുന്ന എലമെന്റിനാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കുക. നമുക്ക് ആൻസർ ആണ് വന്നിരിക്കുന്നത്. എയുടെ ആൻസർ എമ്മും എന്നും ആയിരുന്നു, ബിയുടെ ആൻസർ ജിയും എച്ചും ആയിരുന്നു, സിയുടെ ആൻസർ ഡി സി ബി എ, അതായത് ഡിക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് സൈസ് ആയിരുന്നു ചോദിച്ചിരുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിലെ. അതുപോലെ ഡിയുടെ ആൻസർ ഐ ആണ്, ഇയുടെ ആൻസർ ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് സൈസ് ആണ് ഇൻ പീരിയഡ്. അപ്പം എന്നും ജെയും എഫും സിയും ആണ്. അതിനുശേഷം ഇ എഫ് ആണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, ഓ ആണ് നോബൽ ഗ്യാസ്. ഓക്കെ, ഇത്രയും ആണ് ആൻസേഴ്സ് ആയിട്ട് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എലമെന്റ് ബിലോങ്ങിങ് ടു ദ സെക്കൻഡ് പീരിയഡ് ഹാസ് 2 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ഇറ്റ്സ് ആറ്റം. രണ്ടാം പീരീഡിൽ ഉൾപ്പെട്ട ഒരു മൂലക ആറ്റത്തിന്റെ ബാഹ്യമ ഷെല്ലിലെ 2 ഇലക്ട്രോണുകൾ മാത്രമാണ് ഉള്ളത്. എ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. ഈ മൂലകത്തിന്റെ ഇലക്ട്രോണിക വിന്യാസം എഴുതുക. അതായത് സെക്കൻഡ് പീരീഡിലുള്ള എലമെന്റ് ആണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി സെക്കൻഡ് പീരീഡ് എന്ന് പറയുമ്പോൾ 2 ഷെല്ലേ ഉണ്ടാവുള്ളൂ, ശരിയല്ലേ? 2 ഷെല്ലേ ഉള്ളൂ. അപ്പൊ 2 അല്ലെ, 2 അത്രേ ഉള്ളൂ. കാരണം ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് വരുള്ളൂ, രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണേ ഉള്ളൂ എന്ന് പറഞ്ഞാണ്? 2 എന്ന് പറഞ്ഞാൽ. അപ്പൊ 2 ആണ്. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദ നോബൽ ഗ്യാസ് ബിലോങ്ങിങ് ടു ദ സെയിം പീരീഡ്. സെയിം പീരീഡിൽ നിൽക്കുന്ന ആളുടെ എന്താണ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ എഴുതുക. അപ്പം 2 8 ആയിരിക്കും, ശരിയല്ല? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 8 ഇലക്ട്രോൺ തികയുമ്പോഴാലോ എന്ത് വരുന്നത്? നോബൽ ഗ്യാസ് വരുന്നത്. അപ്പോൾ 2 8 ആയിരിക്കും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് വരുന്നത്. സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇറ്റ്സ് ഗ്രൂപ്പ് നമ്പർ? ആ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? 2 ആണ്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ വന്നാൽ അത് സെക്കൻഡ് ഗ്രൂപ്പ് ആണ്, അല്ലെ? അതുപോലെ റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ആൻഡ് ദ തേർഡ് പീരീഡ്. ഇതേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതും മൂന്നാം പീരീഡിൽ വരുന്നതുമായ മൂലകത്തിന്റെ ഇലക്ട്രോണിക വിന്യാസം എഴുതുക. സെയിം ഗ്രൂപ്പ്, ഓക്കെ, അതായത് സെയിം ഗ്രൂപ്പ് സെക്കൻഡ് എലമെന്റ് ആണ്, എന്നാൽ മൂന്നാമത്തെ പീരീഡിൽ വരുമ്പോൾ ഉള്ള മൂലകത്തിന്റെ എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോണിക് വിന്യാസം എഴുതുമ്പോൾ എത്ര വരും? 2 8, അല്ലെ? 2 8 2, കാരണം മൂന്നാമത്തെ പീരീഡിൽ സെയിം ഗ്രൂപ്പ് വരണം. സെയിം ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ നമ്പർ എത്രയായിരിക്കണം? 2 ആയിരിക്കണം. അപ്പോൾ മൂന്നാമത്തെ പീരീഡ് ആകുമ്പോൾ 3 ഷെല്ലും വേണം. അപ്പോൾ 2 8 2 ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം മോഡേൺ പീരിയോഡിക് ലോ. ആധുനിക പീരിയോഡിക് നിയമം ചോദിക്കാം.
1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. ദ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പേഴ്സ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക് നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ്. ഇത് ഇതുപോലെ തന്നെ എഴുതി വെക്കണം, നിയമമായതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മെറിറ്റ്സ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ. ആധുനിക പീരിയോഡിക് ടേബിളിന്റെ മേന്മകൾ. ഓക്കെ, എലമെന്റ്സ് ഹാവിംഗ് സിമിലർ പ്രോപ്പർട്ടീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ സെയിം ഗ്രൂപ്പ്. ആധുനിക പീരിയോഡിക് ടേബിളിൽ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ്, എലമെന്റ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. മൂലകങ്ങളെ അതിന്റെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ നെക്സ്റ്റ് പറയുന്നത് ഇറഗുലാരിറ്റി ഇൻ അറ്റോമിക് മാസ് ഇസ് ഇറവലന്റ് ഇൻ പീരിയോഡിക് ടേബിൾ സിൻസ് ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ഇസ് അറേഞ്ച്ഡ് ബേസ്ഡ് ഓൺ ദ അറ്റോമിക് നമ്പർ ഓഫ് എലമെന്റ്സ്. ആധുനിക പീരിയോഡിക് ടേബിളിൽ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വിന്യസിച്ചിരിക്കുന്നതിനാൽ അറ്റോമിക മാസിന്റെ ക്രമരാഹിത്യം പ്രസക്തമല്ല. ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ട് നമുക്ക് മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഗുണങ്ങളായിട്ട് അല്ലെങ്കിൽ മേന്മകളായിട്ട് അല്ലെങ്കിൽ മെറിറ്റ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മൾ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. പിന്നെയുള്ളത് പഠിച്ച കാര്യങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്സും നോബൽ ഗ്യാസും അതുപോലെ തന്നെ ലാന്ഥനോയിഡ്സും ആക്ടിനോയിഡ്സും എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ, അതൊക്കെ നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞതുപോലെയുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിലാണ് ചോദിക്കാൻ കൂടുതലും ചാൻസ്. അപ്പോൾ അത് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമാണ് നമുക്ക് അതിനുള്ള ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കുറച്ച് ഒരു മോഡലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തന്നത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.